ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഒരു ദിവസത്തെ മെയിൻ ഫുഡാണല്ലേ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലഞ്ച് ഇപ്പോൾ എല്ലാവരും 4 പേരും ഫുഡ് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് നിറയ്ക്കുന്ന നേരത്ത് ഞാൻ വെറുതെ ഒന്ന് എടുത്ത് വീഡിയോ കണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഷോർട്സ് ആയിട്ട് ഇടാമെന്ന്. പിന്നെ എനിക്ക് തോന്നി ഞങ്ങളുടെ ഒരു 1 വീക്കിലെ ഞങ്ങളുടെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും സെയിം ഫുഡ് തന്നെയാണ് കൊണ്ടുപോവുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കറി അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കൊരു ടേബിൾ റൂളുണ്ട്. എന്താണോ അന്നത്തെ ഫുഡ് അതെല്ലാവരും കഴിച്ചിരിക്കണം. ഇനിയിപ്പോൾ അഥവാ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ചെറുപയർ കഞ്ഞിയോ പൊടിയരി കഞ്ഞിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ള സമയം നമുക്കുള്ളൂ താനും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ദിവസം കോഴിമുട്ടയാണ് കേട്ടോ. കോഴിമുട്ട ഓംലെറ്റും അതുപോലെ ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റിയതാണ്. പിന്നെ ഉപ്പിലിട്ട മാങ്ങപ്പോൾ സുലഭമായതുകൊണ്ട് അതുണ്ടാവും. പിന്നെ അടുത്ത ദിവസം ചീരയാണ് കേട്ടോ. പച്ചച്ചീര തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് തോരൻ അതാണ്. പിന്നെ കുമ്പളങ്ങ മോര് വെച്ചിട്ടുള്ള മോര് കറിയാണ്. അപ്പോൾ അതും പിന്നെ ഉപ്പിലിട്ട മാങ്ങ കുട്ടികൾക്ക് എല്ലാ ദിവസവും വയ്ക്കാറുണ്ട്. മാങ്ങ, നെല്ലിക്ക, അരിനെല്ലിക്ക അത് സീസണനുസരിച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് ഏതാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ വയ്ക്കും. അതല്ലാന്നുണ്ടെങ്കിൽ റോ വെജിറ്റബിൾസ് വെക്കാറുണ്ട് കേട്ടോ, ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് മാങ്ങ ആയതുകൊണ്ട് എല്ലാ ദിവസവും മാങ്ങ വയ്ക്കും കേട്ടോ അവർക്ക്. പിന്നെ അടുത്ത ദിവസം ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ചിക്കനുമാണ്. അന്ന് തൈരില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായി വിനീഗറും വെള്ളം കൂടെ മിക്സ് ചെയ്ത് അതിലാണ് കേട്ടോ സാലഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം വൈറ്റ് റൈസാണ്. വൈറ്റ് റൈസിലേക്ക് ചില്ലി സോയയാണ് കേട്ടോ. സോയ ചങ്ക്സിൻ്റെ ചെറിയ സോയയാണ്, അതുകൊണ്ട് അത് കട്ടിയൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ്. അതിവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ ചില്ലി ചിക്കനും ഇഷ്ടമാണ്. പിന്നെ വെജിറ്റബിൾസൊക്കെ ചിലതൊക്കെ അവർക്ക് ഇഷ്ടമില്ലാത്തതുണ്ട്, എന്നാലും ഞാൻ അവരെ കൊണ്ട് കഴിപ്പിക്കും. കുറച്ചെങ്കിലും കഴിക്കണമെന്ന് നിർബന്ധിച്ചിട്ട് കഴിപ്പിക്കാറുണ്ട്. അപ്പോൾ ചീരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോന് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്കാണ് കുറച്ച് ഇഷ്ടക്കുറവ്, എന്നാലും അവൾ കുറച്ചൊക്കെ കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിച്ച് വയ്ക്കും. പിന്നെ അടുത്ത ദിവസം പരിപ്പും നെയ്യുമാണ് കേട്ടോ. പരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ പരിപ്പാണ്. പരിപ്പ് നെയ്യും ഭയങ്കര ഇഷ്ടമാണ് മോനൊക്കെ. അപ്പോൾ അത് വെക്കും. അപ്പോൾ ചോറിൽ തന്നെ ഒഴിച്ചിട്ട് തന്നെയാണ് പരിപ്പ് വെക്കാറ്. അപ്പോൾ കുറച്ച് ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ പരിപ്പ് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ചോറ് വയ്ക്കും. അതല്ലെങ്കിൽ ഈ നെയ്യൊക്കെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് വെക്കുന്നത്. പരിപ്പ് അധികം മുളകൊന്നും ഇടാതെ ചെറുതായിട്ടൊന്ന് താളിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് നെയ്യ് ഇടും. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് അമരപ്പയറാണ്. അമരപ്പയർ കുറച്ച് ഇഷ്ടം കുറവാണ് കഴിക്കാൻ, എന്നാലും കുറച്ച് എങ്ങനെയെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ചളവിൽ വെക്കും. കുറച്ചൊക്കെ കഴിക്കും, ബാക്കി തിരിച്ച് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ടിഫിൻ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ സോയ ചങ്ക്സ്, പിന്നെ വേറെ അവർക്ക് ഇഷ്ടമുള്ള ചീര, മുട്ടയൊക്കെ വയ്ക്കുമ്പോഴാണ് ഫിനിഷാക്കി കൊണ്ടുവരിക. ഫിഷൊക്കെ ഇവിടെ നോൺ വെജൊക്കെ അലൗഡ് ആയതുകൊണ്ട് ഇടയ്ക്ക് മീനൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അന്ന് മീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട മാങ്ങ മിക്ക ദിവസവും കൊണ്ടുപോകും. പിന്നെ അരിനെല്ലിക്ക അങ്ങനെ എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് ആ സമയത്ത് അതിനനുസരിച്ചിട്ടാണ് കൊണ്ടുപോവുക. പിന്നെ അടുത്ത ദിവസം ചന ബട്ടർ മസാല അന്ന് ചപ്പാത്തിയിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് അതിന് ഉപ്പേരി പോലെ ആക്കിയിട്ടാണ്, കുറച്ച് എരിവൊക്കെ ഉണ്ടാവും അത്. അപ്പോൾ അങ്ങനെ സ്പൈസി ആയിട്ടാണ് വറുത്തിടുക. അതും പിന്നെ താറാവ് മുട്ട ഓംലെറ്റ് ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ കോഴിയും താറാവൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഈ മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുക. കുട്ടികൾക്ക് കൊടുക്കാറും നമ്മളെല്ലാവരും അത് തന്നെയാണ് കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരാഴ്ചയിലെ ഞങ്ങളുടെ ലഞ്ച് ബോക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലഞ്ചിന് എന്തൊക്കെയാണ് കൊണ്ടുപോകാറ്, സ്കൂളിലേക്കാണെങ്കിൽ കുട്ടികൾക്ക് എന്താണ് കൊടുത്തേക്കുക എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അതുപോലെ ഏതെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.